ആകെ മൊത്തം ടോട്ടൽ കളങ്കിതമായി മാറിയ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ താക്കോൽ സ്ഥാനത്ത്, അതായത് ദേവസ്വം ബോർഡ് ചെയർമാൻ സ്ഥാനത്ത് പ്രസിദ്ധ IAS ഉദ്യോഗസ്ഥനായ കെ ജയകുമാറിനെ നിയമിക്കാൻ സർക്കാർ ഏതാണ്ട് തീരുമാനിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിയമന ഉത്തരവ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷെ വരുന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ സ്ഥാനം ഏറ്റെടുക്കാൻ, പദവി ഏറ്റെടുക്കാൻ താൻ തയ്യാറാണ് എന്ന് ജയകുമാറും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ സർക്കാർ സമീപിച്ചു, അദ്ദേഹം അതിന് സമ്മതിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇത് തീർച്ചയായിട്ടും സർക്കാരിൻ്റെ വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു നീക്കമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പിണറായി വിജയൻ്റെ ഏറ്റവും സമർത്ഥമായ ഒരു രാഷ്ട്രീയ കരുനീക്കമാണ് ജയകുമാറിൻ്റെ നിയമനം എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഉണ്ടാകേണ്ടതില്ല. കാരണം സത്യസന്ധനും കാര്യപ്രാപ്തിയുള്ള ആൾ എന്ന് പേര് കൽപ്പിച്ച ആളുമാണ് ജയകുമാർ. അദ്ദേഹം ദീർഘകാലം കളക്ടറായിരുന്നു, മറ്റ് പല പ്രധാനപ്പെട്ട ഉദ്യോഗങ്ങളും വഹിച്ച ആളാണ്. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്നു, പിന്നീട് ചീഫ് സെക്രട്ടറി ആയി. അങ്ങനെ കൈവച്ച മേഖലകളൊക്കെ വിജയിച്ച ഒരാളാണ്. പൊതുവെ ജനങ്ങളുടെ ഇടയിൽ വലിയ മതിപ്പുള്ള വ്യക്തിയാണ്. അദ്ദേഹം പിന്നീട് തിരൂരെ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഇതുവരെ ആരും ഒരു ആരോപണം ഉന്നയിച്ചായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. പല IAS ഉദ്യോഗസ്ഥരും അവിഹിതമായിട്ട് സ്വത്ത് സമ്പാദിച്ചു, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പല കുൽസിത പ്രവൃത്തികൾ നടത്തി എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ജയകുമാറിനെ കുറിച്ച് അങ്ങനെ യാതൊരു പരാതി ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു ആക്ഷേപത്തിനും ഇടവന്നിട്ടില്ല. അതിലുപരി അദ്ദേഹം മറ്റു തരത്തിലും പ്രസിദ്ധനായിട്ടുള്ള വ്യക്തിയാണ്, കവിയാണ്, ഗാനരചയിതാവാണ്, പൊതുമണ്ഡലത്തിൽ അംഗീകാരമുള്ള വ്യക്തിയാണ്. ശബരിമലയെ സംബന്ധിച്ചൊരു അദ്ദേഹത്തിന് കൂടുതൽ അടുപ്പമുണ്ട്. ഇപ്പോൾ ശബരിമലയാണല്ലോ വിവാദ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. അദ്ദേഹം ഹൈപ്പവർ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു, 2 തവണ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായിരുന്നു, ഏറ്റവും ഒടുവിൽ ഈ ശബരിമല മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയ കമ്മിറ്റിയുടെയും ചെയർമാനായിരുന്നു. അങ്ങനെ വ്യക്തിപരമായിട്ട് ഔദ്യോഗികമായിട്ടും വളരെ കൃത്യമായി ശബരിമല എന്ന തീർത്ഥാടന കേന്ദ്രത്തെ അടുത്തറിയുന്ന വ്യക്തിയാണ് ജയകുമാർ. അപ്പോൾ അദ്ദേഹത്തെ പോലൊരാളെ അവിടെ നിയമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ സർക്കാർ മുൻ ദേവസ്വം ബോർഡുകളുടെ കാലത്ത് നടന്ന അഴിമതിയെ മൂടി വെക്കാനോ മറച്ചു വെക്കാനോ അല്ലെങ്കിൽ കുറ്റവാളികളെ രക്ഷപ്പെടുത്താനോ ശ്രമിക്കുന്നില്ല എന്ന വ്യക്തമായൊരു സന്ദേശമാണ് അതിൻ്റെ അകത്ത് ഉരുത്തിരിഞ്ഞ് വരുന്നത്. നേരത്തെ കേട്ടിരുന്നത് PS പ്രശാന്ത് അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റിയെ തുടരാൻ അനുവദിക്കും, അതിനുവേണ്ടി ഓർഡിനൻസ് പുറപ്പെടുവിക്കും എന്നൊക്കെയാണ്. സത്യത്തിൽ സർക്കാർ അങ്ങനെ ഉദ്ദേശിച്ചോ? ഇങ്ങനൊരു കാര്യത്തിന് ഓർഡിനൻസുമായിട്ട് വന്നാൽ ഗവർണർ അതിൽ ഒപ്പിടുമോ എന്ന കാര്യത്തിലേക്ക് എനിക്ക് സംശയമുണ്ട്. ഏതായാലും സർക്കാർ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് വിചാരിക്കാനാണ് യുക്തി. എനിക്ക് തോന്നുന്നത് പിണറായി വിജയൻ്റെ ബുദ്ധിയാണല്ലോ. സർക്കാർ ഇങ്ങനെ ഒരു ഓർഡിനൻസ് ഇറക്കാൻ പോകുന്നു എന്ന രീതിയിലൊരു വാർത്ത ഉണ്ടാക്കിയിട്ട് അത് ലീക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ കൂടി കളങ്കിതരായ വ്യക്തികളെ വീണ്ടും ദേവസ്വം ബോർഡിൽ നിയമിക്കാൻ പോകുന്നു എന്ന രീതിയിൽ ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്നു. സർക്കാർ അഴിമതിക്കാർക്ക്, സർക്കാർ കള്ളന്മാർക്ക് കുടപിടിക്കുകയാണ് എന്ന ഒരു ചിന്താഗതി വളർത്തിയെടുക്കുകയും അത് പ്രബലമാകാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇല്ല, ഞങ്ങൾ വളരെ യോഗ്യനായ, സത്യസന്ധനായ, കാര്യപ്രാപ്തിയുള്ള, കാര്യശേഷി തെളിയിച്ചിട്ടുള്ള ജയകുമാറിനെ പോലെ ഒരാളെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് ഈ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയ ഒരു വിപരീത വികാരം പരമാവധി ന്യൂട്രലൈസ് ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം തന്നെ പ്രശാന്തിൻ്റെ പേര് വീണ്ടും കൊണ്ടുവരിക. അപ്പോൾ തന്നെ അങ്ങനെ തീരുമാനിക്കുന്നില്ല, അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ വളരെ പ്രാപ്തനായ ഒരാളെ കൊണ്ടുവരുന്നു എന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്തത്. ഇത് മുമ്പും സർക്കാരുകൾ ചെയ്തിട്ടുണ്ട്. ശ്രീമതി സുഗതകുമാരിയെ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സണായിട്ട് നിയമിച്ച പോലെ അത് ഇതുപോലത്തെ ഒരു നീക്കമായിരുന്നു. സുഗതകുമാരിക്ക് പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയമായിട്ടോ വലതുപക്ഷ രാഷ്ട്രീയമായിട്ടോ പ്രത്യേകിച്ച് അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവരെ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സണാക്കുന്നു, അതല്ലെങ്കിൽ ജസ്റ്റിസ് ശ്രീദേവിയെ കൊണ്ടുവരും, അല്ലെങ്കിൽ MT വാസുദേവൻ നായരെ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റാകും. അപ്പോൾ രാഷ്ട്രീയമായിട്ട് വളരെ ന്യൂട്രലായിട്ടുള്ള ഒരാളാണ് MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായർ വന്നുകൊണ്ട് സാഹിത്യ അക്കാദമി നന്നായോ എന്ന് ചോദിച്ചാൽ അതൊരു വലിയ ചോദ്യമാണ്. നേരെ മറിച്ച് MT വാസുദേവൻ നായർ അഴിമതിക്കാരനായോ അദ്ദേഹം സ്വജനപക്ഷപാതക്കാരനായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പേരുദോഷമൊന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തെ തുഞ്ചൻ സ്മാരക സമിതിയുടെ താക്കോൽ സ്ഥാനത്ത് കൊണ്ടുവന്നു. അദ്ദേഹം തുഞ്ചൻ പറമ്പ് വൃത്തിയാക്കുകയും ഓടി പിടിപ്പിക്കുകയും ഇന്ന് കാണുന്ന രീതിയിൽ അതിനെ വളർത്തിയെടുക്കുകയും ചെയ്തു. അതിൻ്റെ ക്രെഡിറ്റ് മാർസിസ്റ്റുകാർ അടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ഡാബുകൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ശബരിമലയിൽ തന്നെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ തന്നെ നേരത്തെ പരീക്ഷാ കൺട്രോളറായിരുന്ന കേരള സർവകലാശാലയിലെ പ്രഗത്ഭനായ ഡോക്ടർ N ബാബുവിനെ ഇതുപോലെ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനായിട്ട് വെച്ച് അനുഭവമുണ്ട്.
കെ നായനാരുടെ സർക്കാരാണെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഡോക്ടർ എൻ ബാബു ഒട്ടും അഴിമതിക്കാരനായിരുന്നില്ല. സത്യസന്ധനായ ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 മെമ്പർമാർ, ഒരാൾ RSPക്കാരനും മറ്റേ ആൾ ജനതാദൾക്കാരനുമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവർ രണ്ടുപേരും ഇടവും വലവും നിന്ന് ഈ ഖജനാവിൽ കൈയിട്ട് വരി എന്നുള്ളത് ചരിത്രമാണ്. ഡോക്ടർ ബാബു ചീത്തപ്പേര് കൽപ്പിക്കാതെ പോയി, പക്ഷേ അതുകൊണ്ട് ഫലം ഉണ്ടായില്ല. അപ്പോൾ ഇത് ഇനിയും ആവർത്തിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജയകുമാർ സത്യസന്ധനായതുകൊണ്ടോ പരിശുദ്ധനായതുകൊണ്ടോ കാര്യശേഷിയുള്ള ആളായതുകൊണ്ടോ മാത്രം ദേവസ്വം ബോർഡിൽ അഴിമതി ഇല്ലാതായിക്കൊള്ളുന്നില്ല. ദേവസ്വം ബോർഡ് പോലെ ദൂഷിതമായൊരു സ്ഥലത്ത് ഇദ്ദേഹം അഴിമതിക്കാരനായി മാറും എന്ന ആശങ്കയും എനിക്കില്ല. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കൃത്യമായിട്ടുള്ള, വളരെ കരുതി കൂട്ടിയുള്ള ഒരു കാൽവെപ്പാണ്. ഇദ്ദേഹത്തെ പോലെ യോഗ്യനായ ഒരാളെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ആർക്കും എതിര് പറയാൻ പറ്റുകയില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് പറയാൻ പറ്റുമോ? VD സതീശന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? രാജീവ് ചന്ദ്രശേഖറിന് പോലും പറയാൻ പറ്റുകയില്ല. ഇപ്പോൾ കുമ്മനം രാജശേഖരനെ പോലുള്ള ആളുകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ നിയമനം എൻഡോഴ്സ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആർക്കും ആക്ഷേപം പറയാൻ പറ്റാത്ത ഒരാളെ ഈ ശബരിമലയുടെ ശബരിമല കൂടി ഉൾപ്പെടുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നായകസ്ഥാനത്ത് കൊണ്ടുവന്ന് 2 കൊല്ലം ഇരുത്തും. അപ്പോഴത്തേക്കും ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിയുന്നു. അപ്പോഴേക്കും അതിൻ്റെ പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ ഒരു വിപരീത വികാരത്തിൽ നിന്ന് LDFും പിണറായി സർക്കാരും രക്ഷപ്പെടുന്ന പക്ഷം 2 കൊല്ലം കഴിഞ്ഞ് പാർട്ടിക്കാരനായ ഒരാളെ കൊണ്ടുവന്ന് അവിടെ വെക്കുന്നതിന് ഒരു തടസ്സമില്ല. വൃത്തിയായിട്ട് അഴിമതി ഇപ്പോഴത്തെക്കാളും നന്നായിട്ട് നടക്കാം. അപ്പോൾ വേണമെങ്കിൽ ശബരിമലയിലെ ഈ ദ്വാരപാലകനെ അല്ല, കട്ടളപ്പടിയല്ല, വേണമെങ്കിൽ ശാസ്താവിനെ തന്നെ എടുത്തുകൊണ്ട് പോകാം. അതിന് വിരോധമൊന്നുമില്ല. അപ്പോൾ ആ ദിശയിലേക്കുള്ളൊരു കാൽവെപ്പാണ് ഇദ്ദേഹത്തിൻ്റെ നിയമനം എന്ന് വിചാരിച്ചാലും തെറ്റില്ല. എന്നാൽ പോലും ഇന്നത്തെ നിലയ്ക്ക് അവിടെ നിയമിക്കാവുന്നതിൽ ഏറ്റവും പറ്റിയ ആളാണ്, ഏറ്റവും യോഗ്യനായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് ദേവസ്വം ബോർഡിനെ കുറച്ചെങ്കിലുമൊക്കെ അഴിമതി മുക്തമാക്കിയും മാറ്റിയെടുക്കാൻ കഴിയുമെങ്കിൽ അത് തന്നെ വലിയൊരു നേട്ടമായിരിക്കും. അദ്ദേഹത്തിൻ്റെ എല്ലാ വിജയാശംസകളും നേരുന്നു. അദ്ദേഹത്തിന് ഈ അഴിമതിയുടെ തോത്, അതിൻ്റെ കാഠിന്യം കുറയ്ക്കാനെങ്കിലും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു.